വയനാട്ടിൽ ദുരന്തബാധിതരുടെ പുനരധിവാസം സുരക്ഷിതമായ സ്ഥലത്ത് ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉപജീവനത്തിന് പര്യാപ്തമായ സുരക്ഷിത പ്രദേശത്ത് ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കും. വിവരങ്ങളുമായി ആദ്യം മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഒരു സ്ഥലം നേരത്തെ ഞങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ സർക്കാർ കാണുന്നത്, സുരക്ഷിതമായൊരു സ്ഥലം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. എന്നാൽ താമസ സൗകര്യം മാത്രമല്ല, അവിടെ ജീവസന്ധാരണ മാർഗം കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉപജീവന മാർഗം കൂടി കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനം ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നേരത്തെ തൊഴിലെടുത്തവരുണ്ടാവും, തൊഴിലെടുക്കാൻ പറ്റിയവരുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള സൗകര്യങ്ങൾ നൽകേണ്ടതായിട്ട് വരും. ആവശ്യമായ പരിശീലനം ചിലപ്പോൾ നൽകേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ള സ്കിൽ വളർത്താനുള്ള പരിശീലന നടപടികളും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഷീജ ചേരുന്നു വിശദാംശങ്ങളുമായി. ഷീജ, എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? നമ്മെ പ്രധാനമായും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയത്. ഇതിൽ മന്ത്രിതല ഉപസമിതി വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തെരച്ചിൽ നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിലവിൽ സേന അതിന്റെ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. മികച്ച സേവനമാണ് അവർ ഈ ദുരന്ത ഭൂമിയിൽ നടത്തിയത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ ദുരന്തത്തിലെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 225 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 195 ശരീര ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരാളുടേത് എന്ന രീതിയിൽ മാറ്റുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം ഒരാളുടെ തന്നെ ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും DNA സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതിനൊപ്പം തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് താൽക്കാലിക താമസം ഒരുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ക്വാർട്ടേഴ്സുകളടക്കം അടിയന്തരമായി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു അത്തരത്തിലുള്ള ശേഖരണം സംസ്ഥാന വ്യാപകമായി നടത്തേണ്ടതില്ല എന്നുള്ള കാര്യം. പക്ഷേ അത് ഇപ്പോഴും തുടരുന്ന ഒരു ഘട്ടമാണ്. വയനാട്ടിലേക്ക് കൂടുതൽ സാധനങ്ങൾ എത്തുന്നു, കെട്ടിക്കിടന്ന് നശിക്കുന്നു. പ്രത്യേകിച്ചും 7 ടണ്ണോളം പഴകിയ ഉപയോഗിച്ച തുണികൾ അത് സംസ്കരിക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ദയവായി ആരും തന്നെ അത്തരത്തിലുള്ള ശേഖരണം ഒരിടത്തും നടത്തേണ്ടതില്ല. മറിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ നൽകി സാമ്പത്തികമായിട്ടാണ് ഇപ്പോൾ സഹായിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഒപ്പം തന്നെ വലിയ തോതിലുള്ള സഹായമാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്നത്. അത് സംസ്ഥാനത്തകത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും ഒരേ രീതിയിൽ വലിയ തോതിലുള്ള സഹായം ലഭിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത്. ഷമി.